ബി.ആർ.ഒയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ പുതിയ റിക്രൂട്ട്മെൻ്റ് ആണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് പല കാറ്റഗറിയുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. 400 മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ജസ്റ്റ് GSCOL എജുലാൻഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതിലൂടെയും അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് GSCOL എജുലാൻഡ് എന്ന് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ PYQസും ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യും. അപ്പം ഇതിലേക്ക് വന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഏകദേശം 466ഓളം വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 15 വേക്കൻസിയും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ബാക്ക്ലോഗ് എന്നൊക്കെ കാണാം. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വേക്കൻസിയും ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റിൽ ഫില്ലാവാത്ത അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന വേക്കൻസിയാണ്. അപ്പം അതാണ് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സൂപ്പർവൈസർ അങ്ങനെ ടോട്ടൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാനിൽ 16 വേക്കൻസിയാണ്. സൂപ്പർവൈസറിൽ 2 വേക്കൻസി, ദെൻ ടേണറിൽ നിങ്ങൾക്ക് 10 വേക്കൻസി ഉണ്ട്. മെഷീനിസ്റ്റിൽ നിങ്ങൾക്ക് 1 വേക്കൻസി. ഇത് നിങ്ങൾക്ക് കാണാം ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് 417 വേക്കൻസിയാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറയാം. ഡ്രൈവർ റോഡ് റോളർ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഓപ്പറേറ്റർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരു 18 വേക്കൻസി. അങ്ങനെ 466ഓളം വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫോം ഒക്കെ ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്ന ഫോം കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോം ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ട. അതിലൊപ്പം ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിലെ എക്സാം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് കാര്യങ്ങൾ PYQs ഒക്കെ വെച്ച് നമ്മളതിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. 16 നവംബർ മുതലാണ് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 30 വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ അതുപോലെ ലക്ഷദ്വീപിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജനുവരി 14 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ജനുവരി 14 ഉള്ളിൽ അവർ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന കുറച്ച് മറ്റു സ്റ്റേറ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ സിക്കിം, ലഡാക്ക് ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതിൽപ്പെട്ടാണ് ലക്ഷദ്വീപ് ഒക്കെ. അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന 14 ജനുവരിയിലാണ് അവർക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. കേരളത്തിൽ, കർണാടക, തമിഴ്നാടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 30 ഡിസംബറാണ് ലാസ്റ്റ് ഡേറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ക്വാളിഫിക്കേഷൻ അവർ ലാസ്റ്റാണ് കൊണ്ടുവച്ചത്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്താണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് PDF അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്, അല്ല നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിൻ്റെ പ്രശ്നമില്ല, ഈ പറയുന്ന PDFൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കാം. അതിൻ്റെ ഡ്രാഫ്റ്റ്മാനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. +2 സയൻസ് ആയിരിക്കണം. +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻഷിപ്പിലോ 2 ഇയർ ഡ്യൂറേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻഷിപ്പിലോ അതല്ലെങ്കിൽ ആർക്കിടെക്ചറിലോ നിങ്ങൾക്ക് 2 ഇയർ ഡ്യൂറേഷനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കാറ്റഗറിയിൽ ആർക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ നിർബന്ധമാണ് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നമുക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ITI നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പക്ഷേ +2 നമ്മൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കുന്ന കണ്ടീഷനുണ്ട്. ഇനി ഇവിടെ സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദം, എനി ഗ്രാജുവേഷനാണ്. അത് പ്രൊഫഷണലോ നോൺ പ്രൊഫഷണലോ എഞ്ചിനീയറിംഗോ നോൺ എഞ്ചിനീയറിംഗ് ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് NCC B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രി പ്ലസ് NCC B സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഈ പറയുന്ന എക്സ്-നൈബ് സുബേദാറായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നേവി, ആർമി ഇവിടെയൊക്കെയുള്ള അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കീമുണ്ട്. അടുത്ത ഇവിടെ ടേണറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഈ പറയുന്ന ടേണർ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ITC or IT or NCTVT ആണ്. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഈ പറയുന്ന ITC അങ്ങനെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടേണർ എന്ന് പറയുന്ന ട്രേഡിൽ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് കൂടെ അവർക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്.
ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസിന് പകരം നിങ്ങൾക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ടേണൽ ട്രേഡിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ITI+ ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് പകരമാക്കി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന സോൾജേഴ്സിനൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ, അത് ക്ലാസ് 2 കോഴ്സൊക്കെ ടേണൽ പാസ്സാണെങ്കിൽ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം അവർ പറഞ്ഞിരിക്കുന്ന പോലെ. ഇതിനടുത്ത് മെഷീനിസ്റ്റാണ്. മെഷീനിസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതായത് ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ITI ഉണ്ടായിരിക്കണം എന്നുള്ള ITI പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. SSLC+ ITI ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ITI നമ്മൾ മെഷീനിസ്റ്റ് ട്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ അതൊക്കെ ഈ പറയുന്ന ഡിഫൻസ് പേഴ്സണലുള്ളതാണ്. ഈ 2 എണ്ണം അങ്ങനെയുള്ളവർക്ക് ആ രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് അപ്പം നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, 10ാം ക്ലാസ് പ്ലസ് മെഷീനിസ്റ്റുള്ള ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തവിടെ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട്. ഇതിലാണ് 400 മുകളിലുള്ള വേക്കൻസി. എത്രയാണ് എൻ്റെ വേക്കൻസി? നമുക്ക് ഏകദേശം 400 മുകളിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്, 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് പ്ലസ് ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. 400 അടുത്ത് അല്ലെങ്കിൽ 400 മുകളിൽ വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ഒക്കെ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് 10ാം ക്ലാസ്സോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഹെവി ലൈസൻസ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ കൂട്ടുകാരോ റിലേറ്റീവ്സോ ആരെങ്കിലും മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഡിഫൻസ് പേഴ്സണലാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ ഡ്രൈവർ ഈ റോഡ് റോളറാണ് അടുത്തത് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഹെവി ലൈസൻസും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ റോഡ് റോളറിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് കൂടെ ഒരു 6 month റോഡ് റോളറുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ ചോദിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വേണം കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. മറ്റേത് ഞാൻ പറഞ്ഞത് ഫ്രഷറാണ്. ദെൻ അടുത്തത് ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാം ഓപ്പറേറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് ഹെവി ലൈസൻസ് ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി അതല്ല 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന എക്സ്കവേറ്ററിലോ അല്ലെങ്കിൽ ഇത്തരം വലിയ മെഷീനറീസിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഒരു 6 month എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇവിടെ 10ാം ക്ലാസ്സും ഹെവി ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, അത് വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ്സും ഈ പറയുന്ന എക്സ്കവേറ്ററിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 6 month എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സിലബസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലാണ്, പക്ഷേ എനിക്കത് പറയാതെ വയ്യ. കാരണം നമ്മൾ അവിടെയും ഇവിടെയും തൊട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷനൊന്നും ഒരു പൂർണ്ണ സ്ഥിതിയിൽ എത്തില്ല. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഇംപ്രഷൻ കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയും. വളരെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന വീഡിയോസാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ അധികവും 3Kൻ്റെ മുകളിലേക്കൊന്നും അധികം പോകുന്നില്ല. ഓക്കെ 2.5 അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെയാണ് അധികവും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഗ്രോ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ്. നമുക്ക് 2 വർഷമായി നമ്മൾ ശരിക്കും നമ്മുടെ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും നമുക്ക് 83.8K ആയിട്ടുള്ളൂ. മറ്റ് ചാനലുകളൊക്കെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഭയങ്കര ഗ്രോ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചാനലൊക്കെ ആകുമ്പോൾ നമ്മൾ അധികവും ജസ്റ്റ് നല്ല രീതിയിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ഇതിപ്പോൾ നമുക്കൊരു ആവശ്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ കാണുക. നമ്മുടെ കരിയർ ആണെങ്കിലും നമുക്കൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾ അതിലൊരു താല്പര്യമൊക്കെ ഉണ്ടാക്കി കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഈ പറയുന്ന പോസ്റ്റ് ഇവിടെ സീരിയൽ നമ്പർ 3 കാണാം നിങ്ങൾക്ക്. സീരിയൽ നമ്പർ 3 എന്ന് പറയുന്ന ടേണർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ പറയുന്ന ടേണർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ December 30 ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. മിനിമം ഏജ് 18 പൂർത്തിയായിരിക്കണം. 25 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ കാറ്റഗറി വൈസ് ആയിട്ടൊക്കെ അവർ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാം.
നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വരണം, ഈ ഡേറ്റോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോ വരണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ബാക്കി എല്ലാ പോസ്റ്റിലേക്കും, അതായത് ഈ പറയുന്ന സീരിയൽ നമ്പർ 1, 2, 4, 5, 6, 7 ഈ പറയുന്ന എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് മിനിമം 18 മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതും ഡിസംബർ 30 കണക്കാക്കുന്നത്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന BRO തന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന എന്താണ് ഈ പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമാണിത്. ഈ ആപ്ലിക്കേഷൻ ഫോം വെച്ച് നമ്മൾ പ്രിൻ്റ് എടുത്താൽ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഫോമിൻ്റെ അതേ സെയിം മാതൃകയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. വീഡിയോയിൽ തന്നെ ഞാനത് കാണിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അവർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ, എന്നാൽ ആ റിസർവേഷൻ റിലാക്സേഷൻ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷനാണ്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാൻ ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഓഫ്ലൈൻ ആയിട്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് അഡ്രസ്സ് ഇവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ടു കമാൻഡൻറ്റ് GREF സെൻറ്റർ, നിങ്ങൾക്ക് കാണാം ഈ കംപ്ലീറ്റ് പൂനെ, അതിൻ്റെ പിൻകോഡ് സഹിതം ഇവിടെ കാണാം. ഇതിലേക്ക് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് അയക്കേണ്ടത് കേട്ടോ. രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അലോങ് വിത്ത് ഇതിൻ്റെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഇതിലേക്ക് ഫീ ഒക്കെ ഉണ്ട്. കുറഞ്ഞ എമൗണ്ട് ഫീ ഉള്ളൂ, SC/ST ഒന്നും ഫീ ഇല്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഫീ അടച്ചതിൻ്റെയും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും ഒക്കെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇതിലേക്ക് വെക്കണം കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡറിൽ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് 75 GSM അറ്റ്ലീസ്റ്റ് ഉള്ള ബോണ്ട് പേപ്പറാണ്, A4 ബോണ്ട് പേപ്പർ. അതായത് ബോണ്ട് പേപ്പർ എന്ന് അവരോട് പറയണം, നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് പറയണം ബോണ്ട് പേപ്പറിൽ എടുക്കണം, 75 GSM വേണം എന്നുള്ളത് പറയണം. ഓക്കെ, അതും വൺ സൈഡ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഇതൊരു പേപ്പറാണല്ലോ, അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു സൈഡ് എടുത്തു, അതിൻ്റെ പിൻവശത്ത് എടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നപ്പോൾ മേ ബി നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്ന അവസ്ഥ വരും, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 75 GSM ഉള്ള ബോണ്ട് പേപ്പറിലായിരിക്കണം. അത് വൺ സൈഡ് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ബാക്കി വരുന്നത് വേറെ പേപ്പറിൽ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന കോൾ ലെറ്റർ, ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൽ വഴിയായിട്ടും പോസ്റ്റൽ വഴിയായിട്ടാണ് നമ്മളെ അവർ അറിയിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വെബ്സൈറ്റിലും അറിയിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പോ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പെന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുള്ളൊരു എക്സാമാണ്, പണ്ട് PSC പോലെ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും മേ ബി അതിലുണ്ടാകാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ വെയിറ്റേജ് കിട്ടും കേട്ടോ. അതായത് ഇപ്പം ഇതിലേക്കിപ്പം ഈ പറയുന്ന GRF വർക്ക് ചെയ്യുന്നവരുടെ മക്കളോ അല്ലെങ്കിൽ NCC CB സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മാൻ്റെ മക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവർക്ക് ഈ പറയുന്ന മൊത്തം ആ ഒരു സെലക്ഷനിൽ വെയിറ്റേജ് കിട്ടൂല. പക്ഷേ നമുക്ക് ഇതിലേക്ക് ഇവർ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പെർസെൻറ്റേജിനൊക്കെ അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഇതിൽ ഈ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു നിശ്ചിത ഈ പറഞ്ഞ രീതിയിൽ ഒരു പെർസെൻറ്റേജ് അഡീഷണൽ ആയിട്ടൊരു ബോണസ് ആയിട്ട് അല്ലെങ്കിൽ വെയിറ്റേജ് ആയിട്ട് കൊടുക്കും. അത് ഓൺലി ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് കോൾ ലെറ്റർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ഈ പറയുന്ന മറ്റു രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ, അതായത് റിട്ടൺ എക്സാമിനേഷൻ്റെ കൂടെയോ മറ്റു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കൂടെ അങ്ങനെയൊന്നും ഒരു വെയിറ്റേജും ഓവറായിട്ട് കൊടുക്കില്ല. ജസ്റ്റ് ഈ പറയുന്ന പർപ്പസിന് കോൾ ലെറ്റർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അത് നിങ്ങൾ ഫോമിൽ വ്യക്തമാക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫീ ആണ്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ലിങ്ക് SBI കളക്റ്റിലൂടെയാണ്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണിക്കും. ഇത് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത് കേട്ടോ. OBC ആണെങ്കിലും 50 രൂപ ഫീ അടയ്ക്കണം. SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീസും ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. അതും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട് ഈ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ അയക്കണം കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ഉദ്യോഗാർത്ഥി ഒരു അപ്ലിക്കേഷനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സെയിം പോസ്റ്റിലേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം ആപ്ലിക്കേഷൻ ഫോമിൽ. അതൊരു 1 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ
അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ മാതൃക ഉണ്ട്, അതിലും നമ്മൾ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക്, ഇപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫീ ഒക്കെ അടച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം 2 പ്രിൻ്റ് എടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കേണ്ടവരാണെങ്കിൽ ഫീ അടച്ചിട്ടും ഫീ അടയ്ക്കാത്തവരാണെങ്കിൽ ഫീ അടയ്ക്കാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് 1 envelope ഷുഡ് കണ്ടെയ്ൻ 1 അപ്ലിക്കേഷൻ ഫോർ 1 പോസ്റ്റ് ഓൺലി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു എൻവലപ്പിൽ നമ്മൾ 2 പാട് ഇട്ട് അയക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ഉണ്ടെങ്കിൽ 2 എൻവലപ്പ്, അതായത് 2 പോസ്റ്റൽ കവർ വാങ്ങുക, അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അയക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അതായത് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും നിങ്ങൾ അയക്കണം. അപ്പോൾ എന്തൊക്കെ കോപ്പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ഡേറ്റ് ഓഫ് ബർത്തിനെ തെളിയിക്കുന്നതിൻ്റെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മളെല്ലാം പ്രിൻ്റ് എടുക്കുക. പിന്നെ നിങ്ങളുടെ കാസ്റ്റ്, SC ST OBC ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. നിങ്ങൾ ഈ പറയുന്ന ആധാർ കാർഡ് ഉണ്ട്, ജസ്റ്റ് ID കാർഡ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വെക്കാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ചോളൂ. ഫോട്ടോകോപ്പി എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈ ഫീ അടിച്ചവരാണെങ്കിൽ ഫീ അടിച്ചതിൻ്റെ റെസീറ്റും ഫോട്ടോകോപ്പി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക കേട്ടോ. ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണെങ്കിൽ അറ്റസ്റ്റ് ചെയ്യാം, നമുക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ സെൽഫ് അറ്റസ്റ്റഡ് എന്നും പറയുന്നുണ്ട്, ഓറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അതായത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് റെഡ് മാർക്കിൽ ഇത് കംപ്ലീറ്റ് നിങ്ങൾ എവിടെ എഴുതണം എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റൽ കവർ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ എൻവലപ്പ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കവർ ഉണ്ടാവും. ആ കവറിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതേണ്ട വാചകമാണ് അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഞാൻ റെഡ് കളറോട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ്, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ആ ഡ്രൈവർ അതിന് കംപ്ലീറ്റ് അവിടെ എഴുതണം. നിങ്ങൾ ഡ്രൈവർ എഴുതുക, എന്നിട്ട് കാറ്റഗറി എഴുതിയിട്ട് നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്, ജനറൽ ആണെങ്കിൽ UR എന്നിടുക, ജനറൽ ആണെങ്കിൽ നിങ്ങൾ UR എന്നിട്ട് കൊടുക്കുക. ഇനി അതല്ല OBC ആണെങ്കിൽ OBC എന്നിട്ട് കൊടുക്കുക. അവിടെ ഇതെല്ലാം എഴുതി വെക്കേണ്ട, ഏതാണ് കാറ്റഗറി വെച്ചാൽ ആ കാറ്റഗറി, ഇനി PWD ആണെങ്കിൽ PWD എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നിങ്ങൾ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട്, അതാണ് അടുത്ത സെൻറ്റൻസ്, അതിൻ്റെ കൂടെ തന്നെ വെയിറ്റേജ് പെർസെൻറ്റേജ് ഇൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അത് ഞാൻ ഫോമിൽ കാണിച്ചു തരാം കേട്ടോ. അത് വെയിറ്റേജ് പെർസെൻറ്റേജ്, ആ നമ്മളുടെ പെർസെൻറ്റേജ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ നമ്മുടെ പെർസെൻറ്റേജ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ എഴുതണം. വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. സീക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് മുന്നോട്ട് അടിച്ച് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ ഈ വാചകം ഞാൻ റെഡ് കളറോട് മാർക്ക് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾ ഇതേപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. എന്നിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ, അല്ലെങ്കിൽ ടേണർ ആണ് ടേണർ. എന്നിട്ട് നിങ്ങളുടെ കാറ്റഗറി എന്ന് എഴുതിയിട്ട് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ, അപ്പോൾ ഇതിൽ എങ്ങനെയാണോ ഇവർ എഴുതിയത് അത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജനറൽ UR ആണെങ്കിൽ UR, ഇനി SC ആണെങ്കിൽ SC ഏതാഴ്ച ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കോമ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റേജ് പെർസെൻറ്റേജ് ഇൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള സെൻറ്റൻസ് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് 60% എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ വെച്ചാൽ അതിട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് കാണേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതണം, ടോപ്പിൽ എഴുതണം. അത് നമ്മൾ എൻവലപ്പിൻ്റെ ടോപ്പിലാണ് എഴുതേണ്ടത് കേട്ടോ, അടിയിലൊന്നും കൊണ്ടുവച്ച് എഴുതരുത്. നമ്മുടെ പോസ്റ്റൽ കവർ ഇതാണെങ്കിൽ ഈ പോസ്റ്റൽ കവറിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മുകളിലായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ മിനിമം ഈ പറയുന്ന ഇതിൻ്റെ വേക്കൻസിയുടെ 10 ടൈംസ്, ഇപ്പോൾ 400 വേക്കൻസി ആണെങ്കിൽ നമുക്കിപ്പം എന്താണ് 400 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് 4000 എന്ന് പറയാം അല്ലേ. അപ്പോൾ 4000-ഓളം ഉദ്യോഗാർത്ഥികളെയാണ് ഇത് ഇനിഷ്യലി ഇത് കോൾ ചെയ്യുക. അത് മീൻസ് ഈ പറയുന്ന അവർ കോൾ ലെറ്റർ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 10 ടൈംസ് ആണ് വേക്കൻസിയുടെ ആ ഒരു കാറ്റഗറി വൈസ് 10 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യും. മീൻസ് അതിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും കോൾ ലെറ്റർ ലഭിക്കില്ല. കാരണം ഇവർ നോക്കുന്നത് ഈ പറയുന്ന നമ്മുടെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ സോർട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നുള്ള കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് അവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതാണ് ഈ പറയുന്നത്. അതിൻ്റെ ഒരു 10 ടൈംസ് വേക്കൻസിയുടെ 10 ടൈംസ് ആണ് അവർ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി ഇതാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ടെസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രാക്ടിക്കൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് ഇതിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന്
ഇതിനും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും സീരീസ് ടെസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ നമ്മുടെ പ്ലേ സ്റ്റോർക്ക് GeoCL എജുലാൻഡ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്ത് വെബ്സൈറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അത് ഏതൊക്കെ മേഖലയായിരിക്കും എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേ സ്കെയിലാണ് നിങ്ങൾക്ക് കാണാൻ. ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിൽ 29,200, 92, 300 അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കെയിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡ്രൈവർ മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം 19,900 മുതൽ 63,200 ഉണ്ട്. പിന്നെ മറ്റ് അനവലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു 1 മൈൽ റണ്ണാണ്, അതായത് 1.6 കിലോമീറ്റർ ആണ് ഉണ്ടായിരിക്കുക ഓടാൻ. അത് നിങ്ങൾ ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് ഓടി എത്തണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ക്രൈറ്റീരിയ ജസ്റ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 1.6 കിലോമീറ്റർ എന്താണ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ എന്നുള്ളതാണ്. അത് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നില്ല. ഓക്കെ, നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു ടൈമാണ്. പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, വെറുതെ പോയാൽ നമ്മൾ തോറ്റുപോകും. ഓക്കെ, ഇനി ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കേരള, തമിഴ്നാട് ഇങ്ങനെയൊക്കെയുള്ള സദേൺ റീജിയനിലുള്ളവരാണെങ്കിൽ അവർക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കേട്ടോ. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം മിനിമം. അതുപോലെ തന്നെ ചെസ്റ്റ് ആണെങ്കിൽ മിനിമം 75 സെൻറ്റിമീറ്റർ, അതൊരു 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. വെയിറ്റ് ഒരു 50 കിലോഗ്രാംസ് വെയിറ്റ് ഉണ്ടായിരിക്കണം. വെയിറ്റ് പിന്നെ നമുക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാനിതിൽ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അത് കൂടാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും നമ്മളെ പ്ലേ സ്റ്റോറിൽ. ആ ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കാം. നിങ്ങൾ ഇവിടെ സെർച്ച് എന്നുള്ള ബട്ടൺ ജസ്റ്റ് സെർച്ചിൽ ജസ്റ്റ് ആക്കാം. ഓക്കെ, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്താ ആപ്പിൾ ഐഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് നമ്മുടെ സൈറ്റിൽ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ GeoCL എജുലാൻഡ് എന്ന് ജസ്റ്റ് നമ്മൾ അടിച്ച സമയത്ത് കൂടെ കാണാം. GeoCL എജുലാൻഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആപ്പ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഫസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ അതേ സിമ്പിളാണ്. അപ്പോൾ GeoCL എജുലാൻഡ് എന്നുള്ള ആ സിമ്പിൾ നോക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഓപ്പൺ ആക്കി ഞാൻ കാണിക്കാം. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ആ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം ഡോക്സ് എന്ന് കാണാം. താഴെ ഏറ്റവും താഴെ DOCS. ഓക്കെ, ഡോക്സ് എന്ന് കാണാൻ പറ്റും. അവിടെ അതിൽ PDF എന്നുള്ള ഒരു ഐക്കണൊക്കെ ഉണ്ട്, ജസ്റ്റ് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് സംഭവം. ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടണത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം PYQs. ഇതിപ്പോൾ നമ്മൾ PGCLന്റെ PYQs ആണ്. ഇതിൽ നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരു നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ആപ്പിൽ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും ഒരു നമ്മുടെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ, അതായത് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതല്ല ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പിൽ തന്നെയാണ് അത് ഡൗൺലോഡ് ആയി കിടക്കുക. അത് വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തത്. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക്, അതായത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, അതല്ലാതെ നമ്മൾ ഇതിൽ ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിവൈസിൽ ഡൗൺലോഡ് ആയി കിടക്കുള്ളൂ. നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല, പ്രിന്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിന്റെ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വേണമെങ്കിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു 3 ലൈൻ ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലുണ്ട് ചാറ്റ് ഓപ്ഷൻ, ഇതാ കാണാം ചാറ്റ്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ എനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ നിലവിൽ വന്നിരിക്കുന്ന ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓൾ ടെസ്റ്റ് സീരീസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ
ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവറിൻ്റെ ഇതെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എഫേർട്ട് ഉണ്ട്. നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റിൽ ഇത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്താണ് നിങ്ങളുടെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിക്കാം. അതിന് മുൻപ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GeoCL Eduland എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് കാണാം. നിങ്ങൾക്കാണ് BRO റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി അതല്ല നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ്, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, താഴോട്ട് പോട്ടോ. ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾ BRO റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറച്ചും കൂടെ ക്ലിയർലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഞാൻ ലിങ്ക് ആയിട്ട് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമാണ് കിട്ടുക. അതായത് BRO തന്നിരിക്കുന്നതാണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മളിത് പ്രിൻ്റ് എടുത്താൽ കൂടെ കാണാം. ഇത് പ്രിൻ്റ് എടുത്താൽ ജസ്റ്റ് കാണിക്കാം. ഇത് പ്രിൻ്റ് എടുത്താൽ നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ നമ്മളിത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ നമ്മുടെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ലിങ്ക് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതിന് മുൻപ് ഈ ഒരു ഫോം എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെയൊക്കെ OBCs ഓൺലിയാണ്, ഇവിടെ ഒന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് ഏത് പോസ്റ്റിലേക്കാണ്, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ടേണർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ഡ്രാഫ്റ്റ്മാൻ ആണ്, ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുക. ആ പോസ്റ്റ് ഏതാണോ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കാണ് ഒരു ഫോം കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് വ്യത്യസ്ത പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യത്യസ്ത ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ സെപ്പറേറ്റ് പ്രിൻ്റ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റും ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സീരിയൽ നമ്പർ, നമ്മളെ പോസ്റ്റിൻ്റെ സീരിയൽ നമ്പർ ജസ്റ്റ് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റിൽ കാണാം. ജസ്റ്റ് ഇവിടെ കാണാം സീരിയൽ നമ്പർ, ഇതാണ് സീരിയൽ നമ്പർ. ഓക്കെ, ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് എന്നുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ സീരിയൽ നമ്പർ 5 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്പർ 5 എന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, സീരിയൽ നമ്പർ കൊടുക്കേണ്ടത്. നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ ഡ്രൈവർ എന്നുള്ള ഏതാച്ചാൽ അത് കൊടുക്കാം. ഇനി എന്നിട്ട് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് സെൻറ്ററൊക്കെ അത് ഓൾറെഡി അങ്ങനെ വന്നിട്ടുണ്ട്. GRFE സെൻറ്റർ എന്നിട്ട് നമുക്ക് ഈ പറയുന്ന അവരുടെ അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം GRFE സെൻറ്റർ പൂനെ, അതുപോലെ നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ കാറ്റഗറി ഏതാണോ, നിങ്ങൾ ജനറൽ ആണ് ജനറലിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക. ഇനി OBC ആണെങ്കിൽ OBCൻ്റെ അവിടെ ടിക്ക് ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് കളർ ഫോട്ടോഗ്രാഫ് 1 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്തതായിരിക്കണം, അല്ലാതെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈൻ ചെയ്യണം. ഈ പറയുന്ന നമ്മളെ ഫോട്ടോഗ്രാഫിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, ഇതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഇപ്പം 10ാം ക്ലാസ് ആണല്ലോ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 10ാം ക്ലാസ് ആണ് അതിൻ്റെ യോഗ്യത. അപ്പോൾ 10ാം ക്ലാസ്സിൽ എനിക്ക് 88% മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 88% ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ അഡീഷണൽ പെർസെൻറ്റേജ് എന്ന് പറയും. അഡീഷണൽ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു NCC, എക്സ് സർവീസ്മാൻ, അതുപോലെ എക്സ് സർവീസ്മാൻ്റെ മക്കൾ, അതുപോലെ NCC. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ജസ്റ്റ് നോക്കട്ടെ, അതിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. അതായത് എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ GRFEയുടെ മക്കളോ അല്ലെങ്കിൽ NCC B/C സർട്ടിഫിക്കറ്റോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ പെർസെൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് NCC B സർട്ടിഫിക്കറ്റ് ഉണ്ട് വിചാരിക്കുക. B സർട്ടിഫിക്കറ്റിന് ഇവിടെ 5% ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. B സർട്ടിഫിക്കറ്റിന് 5%. ഓക്കെ, അപ്പോൾ ഞാനിവിടെ SSLCക്ക് 88% നിട്ടു, B സർട്ടിഫിക്കറ്റ് എനിക്ക് 5% നിട്ടു. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി? 88ഉം 5ഉം നമുക്ക് 93% ആയി. ഓക്കെ, 93%. അപ്പോൾ 93 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് NCC B സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഈ സംഭവമൊന്നുമില്ല, ഏത് അഡീഷണൽ നിങ്ങൾക്ക് ബോണസ് ആ ഒരു പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, SSLCയുടെ പെർസെൻറ്റേജ് ഇവിടെ 88 ഇടുക, ടോട്ടൽ എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക 88 ഇട്ട് കൊടുക്കുക, അത്ര മതി. ഓക്കെ, അതല്ലാതെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ട, ഈ പറയുന്ന അഡീഷണൽ ആളുകളോട് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. ഓക്കെ, അതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. ഇഫ് യെസ് വിച്ച് കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതാണ് മൈനോറിറ്റി മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ആണ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ യെസ് എന്ന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ എഴുതുക. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം കൊടുക്കുക, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ എഴുതുക. ഓക്കെ, പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് ഇക്കണോമിക്കലി വീക്കർ, അത് ഈ ജനറൽ കാൻഡിഡേറ്റ്സിൽ തന്നെ EWS ആണെങ്കിൽ യെസ് എന്ന് ഇവിടെ ടിക്ക് ചെയ്യാം. ഇനി അല്ല നോ ആണെങ്കിൽ നിങ്ങൾ നോ ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ. അതായത് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ EWS സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വെക്കണം. ഇനി OBC ആണെങ്കിൽ OBC സർട്ടിഫിക്കറ്റ്, SC ST സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൻ്റെ കൂടെ വെക്കണം. ഓക്കെ, ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി നിങ്ങളുടെ നെയിം ഓഫ്
കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വെച്ച് അങ്ങനെ കൊടുക്കാം. അപ്പോൾ എൻ്റെ പേര് രാജു എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, രാജു എന്ന് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഫാദറിൻ്റെ പേര് ഇത് നമ്മൾ ബ്ലോക്ക് ലെറ്ററിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ കൊടുക്കാം. പെർമനൻറ്റ് അഡ്രസ്സ് വിത്ത് പിൻകോഡ് ഇവിടെ കൊടുക്കാം. ബാക്കി അഡ്രസ്സ് കംപ്ലീറ്റ് കോളത്തിൽ ഫില്ല് ചെയ്യാം. പ്രസൻറ്റ് അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് പിൻകോഡ് ഇവിടെ കൊടുക്കാം. ഇനി ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് ആണ്. ആപ്ലിക്കേഷൻ ഫീ SC/ST ആണെങ്കിൽ ഇത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ബാക്കിയുള്ളവർ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നെയിം ഓഫ് ബാങ്ക് ഇവിടെ നമ്മൾ SBI എന്ന് കൊടുക്കുക. SBI ത്രൂ ആണ് നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്തത്. ഇനി അത് ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് റെഫറൻസ് നിങ്ങളടുത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടാവും, അതായത് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ്, എമൗണ്ട് 50 rupees എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ആ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ. അത് പ്രിൻ്റ് എടുത്തിട്ട് അതെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ 4ാമത്തെ, അതായത് ജസ്റ്റ് 4ാമത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി. ഇപ്പോൾ ഇതിലിപ്പം ജനറൽ കാൻഡിഡേറ്റ്സ് തന്നെ EWS ആകാം. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് EWS ആകാം. അതുപോലെ അങ്ങനെയുള്ള PWDയിൽ ജനറൽ വരാം. അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ്റഗറി വരാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ത് ചെയ്യാം, ജനറൽ എന്ന് കൊടുക്കുക. ജനറൽ കാൻഡിഡേറ്റ്സ് തന്നെ EWS ആണെങ്കിൽ അവർക്ക് ജനറൽ UR എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ EWS എന്നിട്ട് കൊടുക്കുക. അതിനുള്ളൊരു കോളമാണ് കേട്ടോ. അങ്ങനെയുള്ളവർ അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എക്സ് സർവീസ്മാൻ അവരുടെ മക്കൾ ആരെങ്കിലും ആണെങ്കിൽ അവിടെ നിങ്ങൾ യെസ് എന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ നമ്മൾ നോ എന്നുള്ള ടിക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏതാണ് ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടായിരിക്കുന്നു. പെന്നോട് ജസ്റ്റ് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ പറയുന്ന 15 തന്നെ H എന്ന് പറയുന്നത് കൂടെ കാണാം. അപ്പം ഈ പറയുന്ന സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അതിന് ഈ പറയുന്ന സ്റ്റേറ്റ് ലെവൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ നിങ്ങൾ നമ്പർ ഇട്ട് കൊടുക്കുക ഇവിടെ. ഓക്കെ, 1 എന്നിട്ട് കൊടുക്കുക. ഇനി ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ നിങ്ങൾ 2 എന്നിട്ട് കൊടുക്കുക. യൂണിവേഴ്സിറ്റി ലെവലാണെങ്കിൽ 3 നമ്പർ ഇട്ട് കൊടുക്കുക ഈ കോളത്തിൽ ആണെങ്കിൽ. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് മുതൽ നിങ്ങൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ ഒരു ചാക്കായിട്ട് ഫില്ല് ചെയ്തോളൂ. 10ാം ക്ലാസ് മുതൽ ഇങ്ങനെയായിട്ട് ഫില്ല് ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ്, ബോർഡർ, യൂണിവേഴ്സിറ്റി, സബ്ജക്റ്റ് ആൻഡ് മാർക്സ് ഒബ്റ്റൈൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ സബ്ജക്ട്സ് എന്നുള്ളത് നമുക്കിവിടെ SSLC എന്നിട്ട് കൊടുത്താൽ, അതായത് നോട്ട് അപ്ലിക്കബിൾ ജസ്റ്റ് നിങ്ങൾ 10th എന്നുള്ളത് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കവിടെ എല്ലാ സബ്ജക്റ്റോടെ എഴുതാൻ കഴിയില്ല. മാർക്സ് നമുക്ക് ജസ്റ്റ് അവിടെ ടോട്ടൽ നമ്മളൊരു കണ്ടെത്തി നമുക്ക് ഏകദേശം ഇട്ട് കൊടുക്കാം. ഔട്ട് ഓഫ് 650 ആണ് വരുന്നത്. 650 SSLCയുടെ മാർക്ക് വരുന്നത് പുതിയ സ്കീം പ്രകാരമാണെങ്കിൽ കേട്ടോ. പഴയതാണെങ്കിൽ അതിനനുസരിച്ച് അവർ കൂട്ടി നോക്കണം, ഒരുപാട് മുന്നുള്ളതാണെങ്കിൽ. എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ടൂൾ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ GeoCL എജുലാൻഡിൽ വന്നാൽ ഈസി ടൂൾ ഞാനിതാ നിങ്ങൾക്ക് SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പെർസെൻറ്റേജ് അറിയാൻ പറ്റും. നിങ്ങളുടെ ഗ്രേഡ് ഇട്ട് കൊടുത്ത് പെർസെൻറ്റേജ് അറിയാം. അതിലും കുറച്ചും കൂടെ നല്ലത് ഇതിൻ്റെ അടിയിലൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ മാനുവലി അത് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ മാർക്ക് എങ്ങനെ കാണാൻ പറ്റും, ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ് അല്ല മാർക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുള്ള വീഡിയോ ആണ്. ഇത് കാണാൻ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ സ്റ്റാർ സെൽഫ് ടെസ്റ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഏറ്റവും ഉയർന്നത് ഏതാണോ അത് മാത്രം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഡിപ്ലോമയോ അല്ലെങ്കിൽ ITO അങ്ങനെ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളിവിടെ കൊടുക്കുക. ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഏറ്റവും ഉയർന്ന എന്തെങ്കിലും എക്സാം നിങ്ങൾ പാസ്സാണെങ്കിൽ, അതായത് നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷനിൽ ഏറ്റവും എന്താണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇത് മാത്രം ഇവിടെ കൊടുക്കുക കേട്ടോ. ടെക്നിക്കൽ ആയിരിക്കണം, ഡിപ്ലോമ IT അല്ലെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യണം നിങ്ങൾ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് പറയുന്ന പോസ്റ്റിന് മാത്രം കേട്ടോ. അതായത് ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. LMV ഉണ്ടെങ്കിൽ LMV, HMV ഉണ്ട് HMVൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂങ് അതോറിറ്റി, വാലിഡിറ്റി പീരീഡ്, ദെൻ റിന്യൂ ഏതുവരെയാണ് നമുക്ക് അതിൻ്റെ വാലിഡിറ്റി പീരീഡ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലൈസൻസ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ആ ദിവസങ്ങളിൽ കൊടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ വെക്കണം. അത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ കേട്ടോ, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് വെക്കാം. ഇനി എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് അതിൻ്റെ അറ്റാച്ച്ഡ് കോപ്പി ഇതിൽ വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് കൊള്ളുന്നില്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഷീറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഒരു സെപ്പറേറ്റ് A4 ഷീറ്റ് യൂസ് ചെയ്ത് അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് BRO ലേബേഴ്സിനുള്ളതാണ്, നമുക്കുള്ളതല്ല. നമ്മളതിൽ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. പിന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ആധാർ നമ്പർ ഒക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ. ആധാർ കാർഡ് നിങ്ങൾ ഇതിലേക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി ഇതിൽ അറ്റാച്ച് ചെയ്യണം. പിന്നെ കോൺടാക്ട് ഇമെയിൽ ID ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇമെയിൽ ID കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ഇമെയിൽ ID എഴുതാറ്. പക്ഷേ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് വായിക്കാനാണ് അത് കറക്റ്റ്. നമുക്ക് മെയിൽ നമുക്ക് വരണമെങ്കിൽ നമ്മൾ കൂട്ടിയക്ഷരം എഴുതി അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർ ടൈപ്പ് ചെയ്ത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രം നിങ്ങൾ ഇമെയിൽ ID കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മളിവിടെ എഴുതുക മെയിൽ ഐ ഡി. പിന്നെ ഡിക്ലറേഷൻ മുഴുവൻ വായിച്ച് നോക്കുക, എന്നിട്ട് പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് തമ്പിംഗ് ബ്രഷ് ഇവിടെ പതിക്കുക, സിഗ്നേച്ചർ കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് ഇപ്പം നമ്മളിത് ടൈപ്പ് ചെയ്താണ് എങ്കിലും ഞാൻ നോക്കിയ സമയത്ത് മിസ്റ്റേക്ക് കാര്യങ്ങളും കണ്ടിട്ടില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുന്നു ക്രോസ് ചെക്ക് ചെയ്യട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, അതെന്നാണോ ഇതിൽ തന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ ചെയ്താണ്, പക്ഷേ എന്തെങ്കിലും വാക്കെന്തോ വിട്ടുപോയത് മീൻസ് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തരുന്നതെങ്കിലും നിങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ, എന്നിട്ട് നിങ്ങൾ ചെയ്യട്ടോ. പെട്ടെന്ന് തന്നെ കയറി പാഞ്ഞ് ചെയ്യരുത്, അതൊന്ന് ഓർമ്മിപ്പിച്ചാണ്. ഇവിടെ ഏതെങ്കിലും വാക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല, ജസ്റ്റ് നമ്മൾ നോക്കി 3-4 തവണ അത് ക്രോസ് ചെക്ക് ചെയ്താണ് എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നിങ്ങളിവിടെ ഒട്ടിക്കണം കേട്ടോ. ഈ മുകളിൽ ഒട്ടിച്ച് അതേ സെയിം ഫോട്ടോ തന്നെ ആയിരിക്കണം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിച്ച് അതേ സെയിം ഫോട്ടോ ആയിരിക്കണം. ഇത് ഓഫീസ് യൂസ് ആണ്, ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ സൺ ഓഫ് ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫാദറിൻ്റെ പേര് കൊടുക്കുക. ദെൻ നിങ്ങൾ ഹൗസ് നെയിം, നമ്പർ കൊടുക്കാം, വില്ലേജ്, പോസ്റ്റ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കട്ടോ. ആധാർ നമ്പറൊക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് നിങ്ങളിവിടെ ഫില്ല് സിഗ്നേച്ചർ കൊടുക്കുക, നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കുക, നേരത്തെ മുകളിൽ കൊടുത്ത പോലെ. ഇതൊക്കെ റിട്ടൺ എക്സാമിനേഷൻ സമയത്ത് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നും നിങ്ങൾ സൈൻ ചെയ്യരുത്. ഈ സിഗ്നേച്ചർ ചെയ്യാൻ പാടില്ല, ഇവിടെ 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 ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റത്തെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സിഗ്നേച്ചർ ഈ 2 ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സൈന്, ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ പറയുന്ന വിവിധ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ സ്റ്റേജസിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ എങ്ങനെയാണ് ഈ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാം. ഇനി നമ്മൾ ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ പേജ് റിക്രൂട്ട്മെൻറ്റ് പേജിലേക്ക് വന്നാൽ താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ താഴത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യർന്ന് കൊടുത്താൽ നമുക്ക് SBIൻ്റെ സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ നിങ്ങൾക്ക് ഇവിടെ കാണാം GRF സെൻറ്റർ പൂനെ. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന GRF സെൻറ്റർ പൂനെയിൽ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കൻ നെയിം ഇവിടെ കാണാം, ഫാദറിൻ്റെ പേര് ഇവിടെ എടുക്കാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇത് വെച്ച് നമ്മൾ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി, വേറെ ഒന്നുമില്ല. ഇതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ UPI ജസ്റ്റ് ഈ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീ അടിക്കാം. ഫീ അടിച്ച് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയില്ല, ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറോ റെഫറൻസ് നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അത് പ്രിൻ്റ് എടുത്തിട്ട് അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ പോസ്റ്റൽ കവറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ, എന്തൊക്കെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും, ആ സമയത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ്, ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ ജസ്റ്റ് ആപ്പ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫോൾഡറിൽ ഉണ്ട് ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ്. വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.